ഹായ് ഫ്രണ്ട്സ്, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പം രാവിലെ ഒരു 7:30 ആയിട്ട് ഉണ്ടാവുള്ളൂ കേട്ടോ. ഇന്നാണെങ്കിൽ കുറച്ച് നേരത്തെ എണീറ്റ് ഇന്ന് വീട്ടിൽ പോകേണ്ട ഒരു അത്യാവശ്യമുണ്ട്. വീട്ടിൽ എൻ്റെ നാത്തൂരെ വീട്ടിൽ നിന്ന് അമ്മയും ചേച്ചിമാരൊക്കെ വിരുന്ന് വരുന്നുണ്ട് കേട്ടോ. അപ്പോൾ അവൾ പ്രഗ്നൻ്റ് ആണെന്ന് പറഞ്ഞതിന് ശേഷം ആരും വന്നിട്ടില്ല മീൻസ് ആ സമയത്താണല്ലോ മാമ മരിച്ചത്. അപ്പോൾ ആർക്കും വരാൻ പറ്റിയില്ല കേട്ടോ. അപ്പോൾ ഇന്ന് അവർ വരുന്നുണ്ട്. അപ്പോൾ ഞാൻ രാവിലെ പണിയൊക്കെ കഴിച്ചിട്ട് ദിവസം സ്കൂളിൽ വിട്ടിട്ട് വേണം വീട്ടിലേക്ക് പോകാൻ. അപ്പം ഏട്ടന് ഇവിടെ ഉപ്പുമാവ് ഉണ്ടാക്കാം കേട്ടോ. ഉപ്പുമാവ് വെറുതെ ഇളക്കുകയാണ്, ബാക്കിയുള്ളതൊക്കെ ഞാൻ റെഡിയാക്കി വെച്ചതാണ്. അങ്ങനെ അപ്പോൾ വേഗം പണികളൊക്കെ തീർക്കണം. അപ്പോൾ അതായിട്ട് ഇന്നത്തെ വീഡിയോ. ഞാൻ വീട്ടിലേക്ക് പോകുന്നതും അവിടുത്തെ വിശേഷങ്ങളൊക്കെയാണ് ഇന്നത്തെ വീഡിയോയിൽ. അപ്പോൾ വീട്ടിലേക്ക് പോകാം. അങ്ങനെ ഞാനും റിനിമോളും റെഡി ആയിട്ട് നിൽക്കുക കേട്ടോ പോകാൻ വേണ്ടിയിട്ട് വീട്ടിലേക്ക്. റിത്തൂസിനെ സ്കൂളിലേക്ക് പറഞ്ഞയച്ച് ആ വീഡിയോ ഒന്നും എടുക്കാൻ പറ്റിയിട്ടില്ല, മറന്നുപോയി സത്യം പറയുകയാണെങ്കിൽ. അപ്പം ഞങ്ങൾ ഇവിടെ നിന്ന് ഇറങ്ങാൻ നിൽക്കുന്ന കറക്റ്റ് ടൈമിൽ ഞാൻ ഫ്ലിപ്കാർട്ടിൽ നിന്ന് എന്തോ ഒന്ന് ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു. അതിപ്പോൾ വരും, 1 മണിക്കൂറാകും വരാമെന്ന് പറഞ്ഞിട്ട് അതിന് വേണ്ടി വെയിറ്റ് ചെയ്യാം കേട്ടോ. പോസ്റ്റായി എന്താ പറയുക, ഞങ്ങൾ എവിടെയും പോകാൻ വേണ്ടിയിട്ട് മാറ്റമൊക്കെ ആണെങ്കിൽ നല്ല നേരം വൈകലുണ്ട് കേട്ടോ. പക്ഷെ ഇന്ന് അതിന് പുറമെ ഞാൻ നേരത്തെ എണീറ്റ് എല്ലാ പണികളും കഴിച്ചതുകൊണ്ട് അപ്പം ഈ ഒരു കാര്യവും അതിൻ്റെ ഇടയ്ക്ക് പെട്ട്. എന്നിട്ട് നമ്മളെങ്ങട്ടാ പോണേ? മാമീൻ്റെ വീട്ടിലേക്കാ? എന്തിനാ പോണേ? ഇവിടെ ബാക്കിൽ ലാഡറും കാര്യങ്ങളൊക്കെ കാണുന്നുണ്ട്. കാരണം ഇവിടെ നല്ല പണി ഉണ്ടായിരുന്നു കേട്ടോ. ഞാനൊരു ഷോർട്ട് വീഡിയോയിൽ ഇട്ടിട്ടുണ്ടായിരുന്നു ഇവിടെ പണി തുടങ്ങുകയാണ് എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ നമുക്ക് സ്വിച്ചും കാര്യങ്ങളൊക്കെ കുറച്ച് ഭാഗത്തേക്ക് മാത്രം ഞങ്ങൾ സ്വിച്ചൊക്കെ ഇട്ട് സെറ്റാക്കിയിട്ടുണ്ടായിരുന്നുള്ളൂ. അപ്പോൾ അതാ ഇങ്ങനെ ഇപ്പോൾ തല വീണ് പെട്ടെന്ന് നീച്ചിട്ട് 30 ആയില്ലേ. അപ്പം ആ ഒരു ഇതൊക്കെ വയ്ക്കാൻ വേണ്ടിയിട്ടാട്ടോ നല്ല പണി ഉണ്ടായിരുന്നു. അപ്പോൾ ലേഡറും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇനി ഫ്രണ്ടിലൊക്കെ ലൈറ്റും കാര്യങ്ങളൊക്കെ വയ്ക്കാനുണ്ട് കേട്ടോ, ചെറിയ LED ലൈറ്റൊക്കെ. അപ്പം അതിൻ്റെ പണിയൊക്കെ നല്ല നടക്കും. അപ്പം ഞാനും റിനുമോളും നടന്ന് പോവുക അല്ലേ. ഞങ്ങൾ ഓടിയാണ്, ഞങ്ങൾക്ക് ബസ് കിട്ടും അറിയില്ലല്ലേ. റിനുമോൾ എൻ്റെ കയ്യിലുള്ളതുകൊണ്ട് തന്നെ വീഡിയോ അങ്ങനെ എടുക്കാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല കേട്ടോ. അങ്ങനെ ഞങ്ങൾ രാമനായിട്ട് സ്റ്റാൻഡിലെത്തിയതിന് ശേഷമാണ് അടുത്ത വീഡിയോ എടുക്കുന്നത്. അങ്ങനെ പിന്നെ ഞങ്ങൾ വീഡിയോ എടുക്കുന്നത് എവിടെ നിന്നാണ്? പ്രബോധിനി എത്തിയപ്പോൾ, അതായത് എൻ്റെ നാട്ടിലെത്തിയപ്പോഴാണ് പിന്നത്തെ വീഡിയോ എടുക്കുന്നത്. അങ്ങനെ അവിടെ ഇറങ്ങി ഞാൻ പലഹാരങ്ങളൊക്കെ വാങ്ങിച്ച് അവിടുന്ന് ഒരു ഓട്ടോ വിളിച്ചിട്ടാണ് കേട്ടോ പോയത്. പ്രബോധിനി ഇറങ്ങി പിന്നെ കുറച്ച് പോകാനേ ഉള്ളൂ വീട്ടിലേക്ക്. അപ്പോഴേക്കും റിനുമോളും ഇറങ്ങിയിട്ടുണ്ടായിരുന്നെ. ഇവിടെ എടുക്കലും എന്തെങ്കിലും വാങ്ങിക്കലും വീഡിയോ എടുക്കലും ഒന്നും നടക്കൂല. അങ്ങനെ വീട്ടിലേക്ക് നടക്കുന്ന വഴിയിലുള്ള ഒരു വീട്ടിലെ അമ്മൂമ്മനെ കണ്ടപ്പോൾ അവൾക്ക് പ്രസാദം കൊടുക്കട്ടെ. അമ്മൂമ്മ ഞങ്ങളിവിടെ വരുമ്പം അമ്പലത്തിൽ നിന്ന് പ്രസാദം കൊണ്ടുവന്ന് വെച്ചതുണ്ടെങ്കിൽ അത് റിനുമോക്കും റിത്തൂസിനും കൊടുക്കാറുണ്ട്. ഭയങ്കര ഇഷ്ടമാണ് ഇവർക്കത്. അങ്ങനെ അതൊക്കെ പോയി വാങ്ങിച്ച് ഞങ്ങളെ കണ്ട പാടന്നെ ഗീതുട്ടി ഓടി വന്നിട്ടുണ്ടായിരുന്ന വഴിക്കിലേക്ക്. അങ്ങനെ ഗീതുട്ടി വന്ന് ചെരുപ്പൊക്കെ അഴിച്ച് ഞാൻ പതുക്കെ പോയി പേടിപ്പിക്കാൻ പറഞ്ഞത്. ആള് ഭയങ്കര സൗണ്ട് ഉണ്ടാക്കിയിട്ടാണ് ആദ്യം തന്നെ ചെന്നത്. അങ്ങനെയൊക്കെ ചെരുപ്പൊക്കെ അഴിച്ചു. എന്തൊക്കെയാ സ്പെഷ്യല്? ഇതെന്താണ്? എന്ത് കറിയത്? കറി വെച്ചതാ? അതിന് മസാല വെച്ചതാ? ഇത് കറി റെഡിയായത് അങ്ങനെ എൻ്റെ അമ്മ കുളിച്ചില്ല. അങ്ങനെ മേമയും ഗീതുട്ടി അവിടെ ഉണ്ടായിരുന്നു കേട്ടോ. അവർ രാവിലെ വന്നതാണ്. അപ്പോൾ അവർ ഭയങ്കര തകൃതിയായിട്ടുള്ള പണിയിലാണ്. നെയ്ച്ചോറും ചിക്കൻ കറി, സൂത പൊരിച്ചത്, സൂതക്കറി, അങ്ങനെയൊക്കെ. പിന്നെ വേഗം വെള്ളം എടുത്ത് കുടിച്ചു കേട്ടോ. നല്ല ലൈം ഉണ്ടാക്കി തന്നിട്ടുണ്ടായിരുന്നു പൊന്നു നല്ല ടേസ്റ്റിൽ നല്ല ലൈം ഉണ്ടാക്കും കേട്ടോ. നല്ല ടേസ്റ്റാണ് അവൾ ഉണ്ടാക്കിയാൽ. പിന്നെ ഞാൻ ഓരോ പണികളൊക്കെ അവർക്ക് എടുത്തു കൊടുത്തു. പപ്പടം കാച്ചാനുണ്ടായിരുന്നു. ഇങ്ങനെ അല്ലാതെ ചില്ലറ പണികളൊക്കെ. റിനുമോളാണെങ്കിൽ വെയിലത്ത് പോയിരുന്ന് കളിക്കുക കേട്ടോ. പിന്നെ ഞങ്ങൾ പൊന്നുവിൻ്റെ അമ്മേനെയൊക്കെ കാത്തുനിന്ന് കുറച്ച് നേരം അവർ ലേറ്റ് ആവുമെന്ന് പറഞ്ഞ ഉടനെ ഞങ്ങൾ വേഗം ചോറ് എടുത്ത് കഴിച്ചു കേട്ടോ. ഒരു 2 മണിയൊക്കെ ആയിട്ടുണ്ടായിരിക്കും ഞങ്ങൾ ചോറ് കഴിക്കുമ്പം.
അങ്ങനെ നെയ്ച്ചോറും ചിക്കൻ കറി, തൈര്, വെറുംചോറ് വേണ്ടവർക്ക് വെറുംചോറ്, പൊന്നു വെറുംചോറാട്ടോ കഴിക്കുന്നത്. അതായത് അവള് ഛർദ്ദിക്കും, ചിക്കനൊക്കെ ചില സമയത്ത് അവൾക്ക് പറ്റുണ്ടായില്ല. അപ്പോൾ ഇവള് വിട്ട് പോയിരുന്നിട്ട് നല്ല വെറുംചോറും സൂതക്കറിയും സൂത പൊരിച്ചതൊക്കെ കൂട്ടി ചോറ് കഴിക്കുകയാണേ. പിന്നെ കുറച്ച് നേരം പണിയൊക്കെ കഴിഞ്ഞപ്പോൾ വർത്താനൊക്കെ പറഞ്ഞിരുന്ന് അധിക സമയം വൈകിട്ടില്ലായിരുന്നില്ല. ഒരു 3 മണിയൊക്കെ ആവാൻ നേരത്ത് ആയപ്പോഴേക്കും പൊന്നൂൻ്റെ അമ്മയും പാപ്പൻ്റെ മോളും മേമയും ചേച്ചി കുട്ടി അങ്ങനെ എല്ലാവരും വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ എല്ലാവരും വീട്ടിലേക്ക് കയറാൻ പറഞ്ഞ് എനിക്ക് കയറി. എല്ലാവർക്കും വേഗം തന്നെ ചോറാട്ടോ കൊടുത്തത്. ചായ കുടിക്കാനുള്ള ടൈം ഉണ്ടായില്ല, അവർ ലേറ്റ് ആയി പോയല്ലോ. അപ്പം ഞങ്ങൾ വേഗം ചോറ് തന്നെ എടുത്ത് വെച്ചു. അപ്പം എല്ലാവരും കൂടി ചോറ് കഴിക്കുകയാണ് കേട്ടോ. പിന്നെ കുറേ നേരം ഞങ്ങളെല്ലാവരും കൂടെ വർത്താനൊക്കെ പറഞ്ഞിരുന്നു. എനിക്കാണെങ്കിൽ വൈകിട്ട് ഇങ്ങോട്ട് തിരിച്ച് പുതുക്കോടേക്ക് തന്നെ വരണം. ഋത്തൂസിനെ ഞാൻ പിന്നെ സ്കൂളിലാക്കിയിട്ടാണല്ലോ വന്നത്. അപ്പം ഇന്ന് തറവാട്ടിലേക്ക് കൊണ്ടുപോകാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു എളേച്ചിനോട്. അപ്പോൾ അവൾ കൂട്ടി കൊണ്ടുപോയതാണ്. അപ്പോൾ ഇനി അധികം വൈകാതെ നമ്മൾ വീട്ടിലേക്ക് പോകണം. അപ്പോൾ വേഗം തന്നെ വേഗം തന്നെ അല്ല, കുറച്ച് സമയമായിട്ടുണ്ടായിരുന്നു, 4 മണിയൊക്കെ. അപ്പോൾ 4 മണിയൊക്കെ ആയപ്പോൾ തന്നെ ഞങ്ങൾ നല്ല ചായയൊക്കെ പാരാൻ തുടങ്ങിയിട്ടാണ്. അപ്പോൾ എനിക്ക് കൊണ്ടുപോകാനുള്ളത് ഓൾറെഡി അമ്മ ഇവിടെ പാക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട്. അത് പിന്നെ അങ്ങനെയാണല്ലോ. അപ്പോൾ അവർ കൊണ്ടുവന്നതാട്ടോ നമ്മുടെ കടുക്ക, അതായത് കല്ലുമ്മക്കായ പൊരിച്ചത് പൊന്നൂന് പൂതി പറഞ്ഞപ്പം കൊണ്ടുവന്നതാണ് കേട്ടോ. അപ്പോൾ ഒരുപാടുണ്ടായിരുന്നു. അപ്പം ഞങ്ങൾ ചായൻ്റെ കൂടെ അതും കൂടെ എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു, മിച്ചറും കേക്കും അങ്ങനെ കുറേ ഐറ്റംസ് ഒക്കെ ഉണ്ടായിരുന്നു. അപ്പം ഞാൻ എല്ലാവരെയും പോയി ചായ കുടിക്കാൻ വേണ്ടി വിളിച്ച് എല്ലാവരും അവിടെ ഇടയായിട്ടൊക്കെ ഇരുന്ന് വർത്താനൊക്കെ പറയുകയാണേ. അപ്പം ഞാനും അവരുടെ കൂടെ ഇരുന്ന് ചായ കുടിച്ചു. ഞാൻ ഫറോക്കിന്ന് 4 മണീൻ്റെ ബസ്സിൻ്റെ പുതുക്കോടേക്ക് പോകണമെന്ന് വിചാരിച്ചതാട്ടോ. അപ്പം എനിക്ക് കൊണ്ടുപോകാനുള്ളത് അമ്മ ഇങ്ങനെ എടുത്ത് വെക്കുകയാണ്. അവല് വേണോ, അത് വേണോ, ഇനി അവിടെ എന്താ ഇല്ലാത്തത്, മുളക് പൊടി വേണോ, മഞ്ഞപ്പൊടി വേണോ, ഗോതമ്പ് പൊടി വേണോ എന്ന് വേണ്ട എല്ലാ സാധനങ്ങളും ഞാൻ കൈ വീശി വന്നാൽ ഇവിടുന്ന് സഞ്ചി നിറയായിട്ട് കൊണ്ടുപോകണേ. അങ്ങനെ സനുട്ടെ എന്നെ കൊണ്ടാക്കി തരാമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. സണ്ടെന്ന് പറഞ്ഞാൽ എൻ്റെ മാമൻ്റെ മോന്. അപ്പോൾ ഞങ്ങൾ വേഗം റെഡിയായി. അവിടത്തെ സണ്ട കൊണ്ടാക്കി തരാമെന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ കഴിച്ചില്ല, ഈ സഞ്ചിയും തൂക്കി പിടിച്ച് പോകണ്ടല്ലോ. അങ്ങനെ സനുട്ടിന് ഭയങ്കര മടിയാട്ടോ വീഡിയോയിലേക്ക് നോക്കാൻ, അപ്പോൾ ആൾ നോക്കൂല. അങ്ങനെ ഞങ്ങൾ എല്ലാവരോടും ടാറ്റാ ബൈ ബൈ പറഞ്ഞ് അങ്ങനെ നേരെ പുതുക്കോടേക്ക് പോന്നു. അപ്പം ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. പുതിയൊരു വീഡിയോ ആയിട്ട് വരുന്നതായിരിക്കും. ടാറ്റാ.